കുട്ടിക്കാലത്തെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവച്ച് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയൻ തൻ്റെ പിതാവ് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയത്തിൽ സജീവമായതും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതുമെല്ലാം ഓർക്കുകയാണ് താമരശ്ശേരി രൂപത ബിഷപ്പ്. ഒരുപാട് തിരഞ്ഞെടുപ്പ് കാലത്തെ അനുഭവവും ഓർമ്മയും ഒക്കെ ഉണ്ടാവും. പിതാവിൻ്റെ ഓർമ്മയിലൊരു വോട്ടോർമ്മ, നിറഞ്ഞു നിൽക്കുന്നൊരു വോട്ടോർമ്മ എന്താണ്? അവിടെ മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ആദ്യം അവിടെ വോട്ടിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി വരുന്നതും കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. അപ്പോഴായിരുന്നു ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ കുട്ടിക്കാലത്തുള്ളതാണ്. അങ്ങനെ അന്ന് അവിടെ ഒരു 200 വോട്ടെങ്കിലും കാണുകയുള്ളൂ. ഞങ്ങളുടെ ആ പ്രദേശത്ത് 200-300 വോട്ടേ ഉള്ളൂ. എൻ്റെ പിതാവ്, എൻ്റെ ചാച്ചൻ ഈ രാഷ്ട്രീയ രംഗത്ത് സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. രാമപുരത്തു നിന്നാണ് ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസ് സജീവമായിരുന്നില്ല, പാർട്ടിയൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിന്നീടുണ്ടായിരുന്നത് കേരള കോൺഗ്രസ് ആയിരുന്നു. കേരള കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനത്തിൽ ചാച്ചൻ പിന്നീട് ഇൻവോൾവായി. 1970കളിലാണ്, സെക്കൻഡ് ഹാഫിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. ഞങ്ങളുടെ ആ പ്രദേശത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്, അധ്യാപികയാണ്. അവർക്ക് രാഷ്ട്രീയം എന്നുള്ളത് അടുത്തുകൂടെ പോയിട്ടില്ല, പരിചയവുമില്ല. എൻ്റെ ചാച്ചൻ നിർബന്ധിച്ചിട്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവരെ നിർത്തുമ്പോൾ അതിൻ്റെ ചർച്ചകൾ, അതിന് പിന്നിലുള്ള പ്രയത്നം, ഇത് വോട്ടോർമ്മയായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ നന്നായിട്ട് നിൽക്കുകയാണ്. ആകെ 200 പേരുണ്ട് ഇന്ന്. പക്ഷേ ആരോ എഴുതി കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളാണല്ലോ ഇവർ വായിക്കുന്നത്. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയരുത്. ആകെ 50 പേരേ ഉള്ളൂ. അപ്പം അത് പറഞ്ഞ് ആകെ 50 പേരേ ഉള്ളൂ. അപ്പോൾ കുടയുടെ സ്വതന്ത്രയായിട്ടായിരുന്നു പ്രവർത്തിച്ചത്, ചിഹ്നത്തിലല്ല. പക്ഷേ രാഷ്ട്രീയ പിന്തുണ ഉണ്ടായിരുന്നു. കുടയായിരുന്നു അടയാളം. അപ്പോൾ ആ കുട അടയാളത്തിൽ വോട്ട് ചെയ്യുക, മൈക്കിലൂടെ അതിന് ജീപ്പിലൂടെ അതിന് അനൗൺസ്മെൻറ്റ്, അതിൻ്റെ പിന്നിലുള്ള ആളുകൾ. ആ വോട്ടെടുപ്പിൽ ഈ സ്ഥാനാർത്ഥി, എൻ്റെ ചേച്ചി 50 വോട്ടിനാണ് ജയിച്ചുള്ളൂ. 50 വോട്ടേ ഉള്ളൂ. ഈ 50 വോട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവർ വളരെയധികം എൻ്റെ ചാച്ചൻ കഷ്ടപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. വെണ്ടേക്കുംപോയിൽ ഭാഗം, ആ ഭാഗത്ത് നിന്നുള്ള ആളുകൾ കൂടി അവിടെ വരണമായിരുന്നു. അന്നൊരു നിയമം ഉണ്ടായിരുന്നു, ആളുകളെ ആരെയും വാഹനത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ട് വെണ്ടേക്കുംപോയിൽ നിന്ന് വന്ന ആളുകളെ ഒരു 2 കിലോമീറ്റർ അകലെ കൊണ്ട് അവിടെ ഇറക്കി. വെണ്ടേക്കുംപോയിൽ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അകലെയാണല്ലോ. 2 കിലോമീറ്റർ അകലെ കൊണ്ട് ഇറക്കി. അതിനുശേഷം നടന്നു വരികയാണ്. പക്ഷെ തിരികെ ചെല്ലുമ്പോഴേക്കും എതിരായിട്ടുള്ള ആളുകൾ ജീപ്പിൻ്റെ ടയറിൻ്റെ കാറ്റൊക്കെ അഴിച്ചു വിട്ടിരുന്നു. അങ്ങനെ വോട്ടിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അതാണ് എനിക്ക്.